കെട്ടിട നിർമ്മാണ സെസ് പിരിവ് ഗഡുക്കളായി പിരിച്ചെടുക്കണമെന്ന് ലെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കളനാട് KH ഹാളിൽ നടന്ന കൺവെൻഷൻ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്കുള്ള സെസ് പിരിവ് ഗഡുക്കളായി പിരിച്ചെടുക്കണമെന്ന് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ അഥവാ ലെൻസ്ഫെഡിന്റെ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള അവസാന കടമ്പയായ കെട്ടിട നമ്പർ ലഭിക്കുന്നതിന് ക്ഷേമനിധിയിലേക്കുള്ള നിർമ്മാണ ചെലവിന്റെ തോത് അനുസരിച്ചുള്ള സെസ് പിരിവ് ഒറ്റത്തവണയായി നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിച്ച സർക്കാർ ഉത്തരവ് പിൻവലിച്ച് ജനങ്ങളെ സഹായിക്കണമെന്നും ജില്ലയിൽ അടിക്കടിയുണ്ടാകുന്ന ചെങ്കല്ല്, മണ്ണ്, മെറ്റൽ എന്നിവയുടെ ഉൽപാദനത്തിലുണ്ടാകുന്ന സ്തംഭനം ഒഴിവാക്കാൻ ജില്ലാ ഭരണകൂടം ശാശ്വത പരിഹാരം കാണണമെന്നും കൺവെൻഷൻ പ്രമേയമായി ആവശ്യപ്പെട്ടു. കളനാട് KHM ഹാളിൽ നടന്ന കൺവെൻഷൻ കാസർഗോഡ് MLA നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. വീടുകൾക്ക് ഒരേ വർഷം നൽകുന്ന ആഡംബര നികുതി അവസാനിപ്പിക്കണമെന്ന് നിയമസഭയിൽ വർഷങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണെന്നും ഈ ഇടപെടൽ ഇനിയും ഉണ്ടാകുമെന്നും MLA പറഞ്ഞു. ഞാൻ നിയമസഭയിൽ സാധാരണ ഒരു വീട് ഒരാൾ നിർമ്മിച്ചിട്ടുണ്ടാകും, അയാൾക്ക് നല്ല സാമ്പത്തിക ശേഷിയുള്ള സമയത്ത് വീട് നിർമ്മിച്ചിട്ടുണ്ടാകും. ആ വീടിന്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിൽ താമസം തുടങ്ങിയതിനു ശേഷം അയാളുടെ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ മോശമായി വരും. അവസാനം ജീവിക്കാൻ അറിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പല ആളുകൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളും പണ്ട് പ്രതാപകാലത്ത് പണമുള്ള സമയത്ത് ഒരു വീട് വെച്ചു എന്നതിന് ഉപയോഗിച്ച് ഓരോ വർഷവും ഇങ്ങനെ വെറുതെ ക്യാഷ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് അഭികാമ്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നമ്മുടെ നാട്ടുകാരനായ ഇപ്പോഴത്തെ കാഞ്ഞങ്ങാട് MLA റവന്യൂ മന്ത്രിയായിരുന്നപ്പോൾ ഞാൻ നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുപോയിട്ടുണ്ട്, ഇതൊന്ന് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അദ്ദേഹം ഒരു ആശ്വാസകരമായ മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും അത് സംബന്ധിച്ച് ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടില്ല. എന്റെ ഇടപെടൽ ആ കാര്യത്തിൽ ഞാൻ തുടരും എന്ന് ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കാനാണ്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് CV വിനോദ് കുമാർ അധ്യക്ഷനായി. മണ്ഡലം MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ലക്ഷ്മി, ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. LSGD ജില്ലാ ജോയിന്റ് ഡയറക്ടർ G സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു ചെറിയ വീഴ്ച വന്നു, ഒരു ക്ലർക്കിന് ഒരു തെറ്റ് പറ്റിയാൽ കറക്റ്റ് ചെയ്യാം, ഒരു അധ്യാപകന്റെ തെറ്റ് പറ്റിയാൽ കറക്റ്റ് ചെയ്യാം. പക്ഷേ സ്ട്രക്ചറൽ മേഖലയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ അജ്ഞത മൂലമോ അല്ലെങ്കിൽ നിങ്ങളുടെ കെയർലെസ്നെസ് മൂലമോ ചില തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കറക്റ്റ് ആക്കാത്ത വലിയ പിഴകളിലേക്ക് അത് മാറും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഈ മേഖലയിൽ നല്ല അറിവുള്ളവരായി മാറണം. അങ്ങനെ നല്ല അറിവുള്ളവരായി മാറണമെങ്കിൽ നല്ല രീതിയിൽ പഠിക്കണം. ഒരു കുട്ടിയെ പോലെ ഈ ചട്ടങ്ങളും കാര്യങ്ങളും മുൻപുണ്ടായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ സീനിയറായി ഇവിടെ ഇരിക്കുന്നവരുടെ കാര്യങ്ങൾ, അവരുടെ അനുഭവ സമ്പത്തുകൾ, ഇതെല്ലാം നല്ല തുറന്ന മനസ്സോടുകൂടി ഈഗോ ഇല്ലാതെ പഠിച്ച് മനസ്സിലാക്കി എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെർഫെക്ഷനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ലെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ, സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ, ട്രഷറർ ഗിരീഷ് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് EP ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മധുസൂദനൻ, MV അനിൽകുമാർ, M വിജയൻ, മുഹമ്മദ് റാഷിദ്, ജോയ് ജോസഫ്, HG വിനോദ് കുമാർ, രമേശൻ കടവത്ത്, ഉദയകുമാർ മല്ലി, സജി മാത്യു എന്നിവർ സംസാരിച്ചു. സംഘടക സമിതി ചെയർമാൻ P രാജൻ സ്വാഗതവും കൺവീനർ നിയാസ് അഹമ്മദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.